പ്രജീഷ്, ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, പാലം പണി വളരെ ഊർജിതമായ നിലയിൽ ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനുമായി ഒരു 5 മിനിറ്റ് മുമ്പ് സംസാരിച്ചിരുന്നു. ഇൻ 2 hours എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇനി 2 മണിക്കൂറിനുള്ളിൽ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് റെയിലിംഗുകൾ പൂർണ്ണമായും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്ലാറ്റ്ഫോം ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് നേരിട്ട് നോക്കിയാൽ കാണാം പ്ലാറ്റ്ഫോം. അതായത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ പ്ലാറ്റ്ഫോം തയ്യാറാവുകയാണ്. അത് തയ്യാറായി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ബെയിലി പാലം വഴി കടന്നു പോകാൻ കഴിയും. അതായത് കണക്ടിവിറ്റി എന്നുള്ളത് ഒരർത്ഥത്തിൽ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു അറ്റത്തെ മറ്റേ അറ്റവുമായി ബന്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. റെയിലിംഗുകൾ പൂർണ്ണമായും ഉറപ്പിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന് പുറത്ത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കലാണ്. അത് ഇനി മാക്സിമം 2 മണിക്കൂർ എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ 2 hours എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് 2 മണിക്കൂറിനുള്ളിൽ 5:30 പക്ഷേ ഇത് രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു ഉദ്യോഗസ്ഥരോട്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബെയിലി പാലം തയ്യാറാവുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. നമുക്കറിയാം, ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. എന്തായാലും 6 മണിയോടെ, 5:30 ആണ് ഇവർ പറഞ്ഞ സമയമെങ്കിലും 6 മണി 6:30 ബെയിലി പാലത്തിലൂടെയുള്ള ഗതാഗതം തന്നെ സാധിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ. ഒപ്പം പ്രതീക്ഷ, ഞാനിപ്പോൾ നിൽക്കുന്ന മുമ്പ് നിന്നിരുന്ന സ്ഥലത്തല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ പുഴ കാണാം, കണ്ണാടി പുഴ കാണാം. നേരത്തെ ഞങ്ങൾ നിന്നിരുന്നത് ഈ പ്രദേശത്താണ്. ആ പ്രദേശത്തൊക്കെ വെള്ളം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അതായത് കനത്ത മഴ പെയ്തു, മുണ്ടക്കൈയിലടക്കം കനത്ത മഴ പെയ്തു. ഇത് മുണ്ടക്കൈയിൽ നിന്നടക്കം ഒഴുകി വരുന്ന വെള്ളമാണ്. മുണ്ടക്കൈയിലടക്കം കനത്ത മഴ പെയ്തു. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ മഴയായിരുന്നു, ഇപ്പോൾ ചെറിയ മഴയുണ്ട്. ആ മഴയിൽ വെള്ളം നന്നായി കൂടുകയും ഈ നദിയിലെ ഒഴുക്ക് കാര്യമായി തന്നെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണത്തെ, താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്രയെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന കാര്യമല്ല. മഴ ഇപ്പോഴുമുണ്ട്. ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അവിടെയൊക്കെ വെള്ളം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നന്നായി കുത്തൊഴുക്ക് കൂടിയിരിക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. അതേസമയം തന്നെ ഇപ്പുറത്തുള്ള എൻ്റെ വലതേ വശത്തുള്ള ഈ താൽക്കാലിക പാലമുണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഏറ്റവും സങ്കടകരമായ കാഴ്ച, ഈ പാലത്തിലൂടെയാണ് മൃതദേഹങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. മുണ്ടക്കൈ മേഖലയിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഒരല്പം മുമ്പ് മൃതദേഹമല്ല, ശരീരഭാഗങ്ങളാണ് വന്നത്. അത്ര വലിയ ഒരു ദുരന്തത്തെയാണ് ഈ മേഖല അഭിമുഖീകരിക്കുന്നത്. ഞാൻ ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ പാലം വഴി ദുരിതാശ്വാസ സാമഗ്രികൾ, ഭക്ഷണവുമായി മുണ്ടക്കൈ മേഖലയിലേക്ക് ആളുകൾ മുൻകൂട്ട് കടന്നു പോകുന്നു. ഇങ്ങോട്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയ രക്ഷാപ്രവർത്തകർ ഈ പാലം വഴി ഇങ്ങോട്ട് ഈ മഴയത്ത് തിരികെ വന്നുകൊണ്ടിരിക്കുന്നവരുടെ ആയുധങ്ങളുമായി ഒപ്പം ഇടയ്ക്കിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടയ്ക്കിടെ മൃതദേഹങ്ങളും ഈ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. ബെയിലി പാലം പൂർണ്ണമാവുന്നതോടുകൂടി ഈ മേഖലയിൽ ഇനിയിപ്പോൾ താൽക്കാലിക പാലത്തിന്റെ ആവശ്യം വരില്ല. അപ്പോഴും കാൽനട പാതയായി ഈ പാതയെ ഉപയോഗിക്കാം. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ, ഭാരവാഹനങ്ങൾ ഈ വഴി തന്നെ, അതായത് ഈ പാലം വഴി തന്നെ കൊണ്ടുപോകാൻ കഴിയും, മുണ്ടക്കൈ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ഹിറ്റാച്ചുകൾ ഇതിനോടകം തന്നെ 15 എണ്ണം ഇന്നലെ രാത്രി തന്നെ മുണ്ടക്കൈയിൽ എത്തിയിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കെ ഈ പുഴ മുറിച്ചു കടന്ന് രാവിലെ റവന്യൂ മന്ത്രി കെ രാജനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു കാഴ്ച എന്ന് പറഞ്ഞ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തന്നിരുന്നു. അതായത് ആ നിലയിൽ അവിടെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും പരിശോധനയും പൂർണ്ണമാവുന്നുണ്ട്. എന്നാൽ ബെയിലി പാലം